എന്തായിരിക്കും നമ്മളൊക്കെ ഭൂമിയിൽ വന്ന എങ്ങനെ നിങ്ങളെങ്ങനെ ഭൂമിയിൽ വന്നു? നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാര് ഫേവറേറ്റ് ആയിട്ട് കാര്യം ചെയ്യുമ്പോഴാണ് ആണാ അതിനെത്ര നാണിക്കാനുള്ളത്? ഇന്ന് കണ്ടൊരു ഇന്റർവ്യൂയുടെ ഒരു ക്ലിപ്പാണ് ഇത്. ഇതിനെപ്പറ്റി സംസാരിക്കണം തോന്നി. വേറെ ഒന്നും കൊണ്ടല്ല, ആ കുട്ടി ഉദ്ദേശിച്ച ചോദ്യങ്ങൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓഫ് കോഴ്സ് അറിയാലോ, നമ്മള് ഇന്റർവ്യൂവിൽ വരുമ്പോൾ ആ കുട്ടി ചോദിക്കുന്ന വലിയ രീതിയിൽ എന്ന് പറയുമ്പോൾ ഷൈൻ്റെ മറുപടി, അതേപോലെ തന്നെ ഓൾ ടുഗദർ എന്ന് ചോദിക്കുമ്പം ലൈക്ക് ഒരുമിച്ച് അതിന് മാന്യമായ രീതിയിൽ മറുപടി കൊടുക്കാം. ഇതിലിപ്പം ഷൈനെ സംബന്ധിച്ചിടത്തോളം ഇതിലെന്താണ് മാന്യതക്കേടെന്ന് ചോദിക്കാം. എല്ലാവരും സെക്സ് ചെയ്തിട്ടൊക്കെയാണ് കുഞ്ഞ് ജനിക്കുന്നത്, വജിനയിലൂടെയാണ് കുഞ്ഞ് വരുന്നത്, ഇതെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് സംസാരിക്കാൻ എന്തിന് നാണിക്കുന്നു എന്ന് ചോദിക്കുന്നതിനോട് ഞാൻ യോജിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവസി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ലവേഴ്സിന്റെ ഇടയിലാണെങ്കിലും ഭാര്യ ഭർത്താവിന്റെ ഇടയിലാണെങ്കിലും സെക്സ് ചെയ്തിട്ടാണ് കുഞ്ഞുണ്ടാവുന്നത് എന്നുള്ള പരമസത്യമാണെങ്കിൽ പോലും പ്രൈവസി എന്ന് പറയുന്ന ഒരു സംഭവം. കാരണം ഇപ്പൊ ഷൈൻ ടോം ചാക്കോ നാളെ ഒരിക്കൽ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റിലെ അല്ലെങ്കിൽ നിങ്ങളുടെ സെക്സ് ഡീറ്റെയിൽസ് പുറത്ത് ഓപ്പൺ ആയിട്ട് ഇന്റർവ്യൂവിൽ സംസാരിക്കുമോ? ഇതിലെന്താണ് ഇത്ര നാണിക്കാന്ന് ചോദിച്ചിട്ട് സംസാരിക്കുമോ? എനിക്കറിയില്ല. അദ്ദേഹം സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് പേഴ്സണലി പറയാനുള്ളത് പ്രൈവസി മാറ്റേഴ്സ്. ഓരോരുത്തർക്കും അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫിന്റെ ഇടയിൽ പുറത്ത് പറയാൻ സെക്സ് ആണെന്നുണ്ടെങ്കിൽ പോലും എല്ലാവരും ചെയ്യുന്നതാണെങ്കിൽ പോലും പ്രൈവസി എന്ന് പറയുന്ന സംഭവം അത് കീപ്പ് ചെയ്യണം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂവിൽ ഇതൊക്കെ വന്നിരിക്കുമ്പോൾ ഡബിൾ മീനിങ്ങിലൂടെ സംസാരിക്കുമ്പോഴും അവിടെ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന വ്യക്തിയുടെ ചോദ്യം ഇതാണ്, എന്തിനു നാണിക്കുന്നു എന്നുള്ളത്. ഇത് നാണത്തിനേക്കാൾ ഉപരി ഒരു ക്യാരക്ടർ ആറ്റിറ്റ്യൂഡ് മെയിൻ ആയിട്ട് പ്രൈവസിയാണ് ഹിറ്റ് ചെയ്യുന്നത്. അല്ലാതെ പുറത്ത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ സെക്സ് എല്ലാവരും ചെയ്യുന്നല്ലേ എന്ന് ചോദിച്ചിട്ട് അതിനെ ഭയങ്കര ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ചിന്താഗതിയാണ് ഞാനിവിടെ മെൻഷൻ ആക്കിയത് കേട്ടോ. പ്രൈവസി എന്ന് പറയുന്ന സംഭവം കീപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ടു എക്സ്പ്ലെയിൻ അവരുടെ ഒരു സ്പേസും കാര്യങ്ങളും പുറത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് അതിനെ ഒരു കഥയാക്കാൻ താല്പര്യമില്ല. സോ ഓൾ ടുഗദർ ചെയ്യാൻ എന്തായിരിക്കും ഇഷ്ടം എന്നുള്ള ചോദ്യത്തിലൊക്കെ ഒരുപാട് ഡബിൾ മീനിങ് ഉണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ പറയാം അത് നോക്കിക്കാണുന്നതിന്റെ കേൾക്കണതിന്റെ കുഴപ്പമാണ്. പക്ഷെ ചില കാര്യങ്ങൾ നോക്കിക്കാണുന്നതിന്റെ കേൾക്കണതിന്റെ കുഴപ്പമൊന്നുമല്ല, പറയുന്നതിന്റെ കുഴപ്പം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇങ്ങനെ ഒരു സെക്സ് റിലേറ്റഡ് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവായിട്ടുള്ള കാര്യങ്ങളെല്ലാം പുറത്ത് എല്ലാവരും ചെയ്യുന്നല്ലേ എന്ന് വെച്ച് പറയുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. പ്രൈവസി മാറ്റേഴ്സ് ഓഫ് കോഴ്സ്.